മറ്റുള്ള പല കാര്യങ്ങളും കഴിയാൻ. പക്ഷെ വീട്ടിൽ പറയുന്ന മനസ്സിൽ എന്തരോ ഇവിടെ ഒരു പണിയും എടുക്കാത്തവൻ. ഇതാണ് ഓളെ പേര്. ഓളെ പേര് തന്നെ ഒരു പണിയും എടുക്കാത്തവൻ. ഓള് രാവിലെ ഉടുത്തിറങ്ങി പോകും, വൈകുന്നേരം കൊണ്ട് വരും. ഇവിടുത്തെ എന്തെങ്കിലും ഓള് അറിയുന്നുണ്ടോ? ഇവിടെ എടുക്കുന്നതിന്റെ 10 ഇരട്ടി പണി ആൺകുട്ടി അവിടെ എടുക്കുന്നുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അറിയണം. വീട്ടിൽ നിൽക്കുന്ന ഭാര്യനെ സംബന്ധിച്ചോളം ഇനി പുറത്തൊക്കെ ഇവിടെ പോകുന്നില്ല. ഈ പെണ്ണിന്റെ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവും കുട്ടികൾ. ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിൽ പറയുന്നുണ്ട് ഭർത്താക്കന്മാരോട്. അപ്പൊ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ചില ഭാര്യമാരെ കാണിച്ചാൽ വീട്ടിൽ മാത്രമായിരിക്കും അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന പെണ്ണായിരിക്കും. അടങ്ങി ഒതുങ്ങിയാൽ മീൻസ് ബാക്കിയുള്ളവരെ മോശം. പുറത്ത് പോകാൻ എല്ലാം നല്ലതാണ് കേട്ടോ, പോകുന്നതും എല്ലാം വേണം. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം, വണ്ടി ഓടിക്കണം, എല്ലാ കാര്യങ്ങളും. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ലൈഫ് എങ്ങനെ പോകുന്നുള്ളത്. എല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വീട്ടിൽ മാത്രമായി നിൽക്കുന്ന, വീട്ടിൽ പാചകം, കുട്ടികൾ, ഇങ്ങനെ പുറത്തോട്ട് വേറെ ജോലിക്കൊന്നും പോകാത്ത പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ദേഷ്യം ഉണ്ടാവാൻ എന്ത് മതി? ഉച്ചക്ക് ഭർത്താവിനോട് ചോദിക്കും, ഞങ്ങൾ ചോറിന് ഉണ്ടാവുമോ? ഭർത്താവ് പറയും യെസ് ഉണ്ടാവും. 2 മണിക്ക് കോൾ, എവിടെ? സോറി ഞാൻ പെട്ടെന്ന് ഇത് വന്നാല് ഞാൻ പോയി ചോറുന്ന. ആ കാരണം മതി. എന്തിന്? ആ കാരണം മതി. അപ്പൊ എന്ത് ചെയ്യണം? ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ ഒരു ചോറ് ഉച്ചക്ക് ഭർത്താവ് ഫ്രണ്ട്സിനോട് എന്താ പറയാ, മക്കളോട് എന്താ പറയാ, ഞാൻ ഉച്ചക്ക് ചോറുന്നാ വന്നില്ല. ഇതാണ് പോലെ പ്രശ്നം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല, പക്ഷെ ഇവൾക്ക് ഇത് വലിയ പ്രശ്നമാണ്. അതാ വലിയ പ്രശ്നമാണ് കാണണം. കാരണം അവള് ആ ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡ് മൊത്തം എന്തിനാ? ഈ മനുഷ്യനൊന്ന് വന്ന് കഴിക്കണതിരുന്നൊന്ന് കാണണം. ഇതാണ് അതാ പറഞ്ഞത്. അപ്പോ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുക.